പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹോം സയൻസ് കോഡ് നമ്പർ 321ന്റെ 12ാമത്തെ ചാപ്റ്റർ സ്പേസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ് വരുന്നത്. ഈ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പുതിയ രീതി അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകൾ മാറ്റുന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് വിലയിരുത്തേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. നമുക്ക് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടുക. ഇതിൽ ചോയ്സ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. നിങ്ങൾക്ക് ആൻസർ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ എഴുതാവുന്നതാണ്. പിന്നെ 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന 2 മാർക്കും 3 മാർക്കും 4 മാർക്കും നമ്മൾ മുമ്പ് അവതരിപ്പിച്ചു. ഇന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ക്രിട്ടിക്കൽ അനലൈസിസ് ഓഫ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അത് തെറ്റാണെങ്കിൽ ശരിയാക്കി എഴുതണം, ശരിയാണെങ്കിൽ അനുകൂലിച്ചിട്ട് എഴുതുമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, വൺ ഏരിയ ഷുഡ് ബി അലോട്ടഡ് ഫോർ വൺ ആക്ട്. ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഒരു ഹാൾ എടുക്കുകയാണെങ്കിൽ ആ ഹാളിൽ ഒരു ആക്ടിവിറ്റി മാത്രമേ അവിടെ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയോ, ആളുകൾക്ക് ഇരിക്കാൻ മാത്രമാണ് അവിടെ പറ്റുക എന്നുള്ളത്. പിന്നെ അവിടെ നമുക്ക് TV വാച്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഹാളിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ വീടിൻ്റെ ഏതെങ്കിലും റൂമാണെങ്കിൽ ആ റൂമിൽ കിടക്കാൻ മാത്രമല്ല, അവിടെ പ്രാർത്ഥന നടത്താൻ സ്ഥലം അത് ചെയ്യാം. അതുപോലെ വീട്ടിലിരുന്ന് ടൈലറിംഗ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ഏരിയയിൽ ഒരു ആക്ടിവിറ്റീസ് മാത്രമല്ല, ഒന്നിലധികം ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമത്, മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെന്റ് റിക്വയർഡ് ഫ്രീക്വന്റ് ഷുഡ് ബി സ്റ്റോർഡ് അറ്റ് എ കൺവീനിയന്റ്. നമുക്ക് കൺവീനിയന്റ് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഹൈറ്റിലാണ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നതെങ്കിൽ അതായിരിക്കും നല്ലത് എന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പോ ഈ കൈ എത്തുന്ന രീതിയിലാണ് ഓരോ സാധനങ്ങൾ വെച്ച് എനിക്കത് എടുക്കാൻ എളുപ്പമായിരുന്നു. ഈ ഒരു ഹൈറ്റിന് മുകളിലേക്ക് പോയാൽ ചിലപ്പോൾ ഞാൻ വല്ല സ്റ്റൂളോ എന്തെങ്കിലും കോണിയൊക്കെ വെച്ച് ചിലപ്പോൾ കയറേണ്ടി വരും. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതി, ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങളിലെ വീട്ടിൽ നമ്മൾ ഓരോ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതി. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾ നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടാവും അലമാരക്കകത്ത്. അപ്പൊ അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൈറ്റിലായിരിക്കണം. എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ ചില ഐറ്റങ്ങൾ മറ്റുള്ളവർക്ക് ദോഷപരമായിട്ടുള്ള സാധനമാണെങ്കിൽ കുട്ടികളൊക്കെ എടുത്താൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒഴിവാക്കണം. ഓക്കെ, പല കീടനാശിനികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ചെതലിനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ പ്രാണികളെ കൊല്ലാനതൊക്കെ ഉണ്ടെങ്കിൽ വിഷപദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുവെക്കണം. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ രാവിലെ പല്ല് തേക്കുന്ന ബ്രഷാണ് നമുക്ക് കിട്ടുന്ന ഒരു ഹൈറ്റിൽ വെക്കണം. നമുക്ക് കിട്ടാത്തൊരു ഹൈറ്റിലാണെങ്കിൽ നമുക്കത് പ്രയാസമാണ്. ഇതൊരു വീട്ടിലുള്ള എന്ത് ഉപകരണങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഒരു ഹൈറ്റിലായിരിക്കണം. മൂന്നത്, എ ഫോൾഡ് ഇൻ ഡൈനിങ് ടേബിൾ ഫിക്സ്ഡ് ഇൻ ദി വാൾ ഈസ് റെക്കമെൻഡഡ് മീറ്റ് സ്പേസ്. നമ്മൾ മടക്കി വെക്കുന്ന ടേബിളൊക്കെ ഉണ്ടാവും. ആ ടേബിൾ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ അവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. ആ ടേബിൾ മടക്കി വെച്ചതിന് പിന്നെ നമുക്കത് നടക്കാനും ഓടാനും ചാടാനും 4 ആൾ വന്ന് ഇരിക്കാനുള്ള സ്ഥലങ്ങളോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടാനുള്ള സ്പേസ് ഒക്കെ അവിടെ കിട്ടും. അത് ഫോൾഡിങ് ടേബിൾ ആണെങ്കിൽ, മറ്റേതാണെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഫോൾഡ് ടേബിൾ ആണെങ്കിൽ ഏതെങ്കിലും ചുമരിനകത്തേക്ക് അത് മടക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ എൻ്റെ മുന്നിലൊരു ടേബിളാണ്, ആ ടേബിൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ എന്ത് ചെയ്യാം, മുന്നിലോട് സുഗമമായിട്ട് നടക്കാം. അതേപോലെ നമ്മൾ വീട്ടിലേക്ക് വേറെ അതിഥികൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാനും നടക്കാനും എല്ലാത്തിനും സൗകര്യം. ഫോൾഡ് ടേബിളാണ്, അതായത് എല്ലാത്തിനും നമുക്ക് സൗകര്യമായിരിക്കും എന്നുള്ളതാണ്.
അടുത്ത നാലാമത് അറേഞ്ച്മെന്റ് ഓഫ് ഏരിയ ഫോർ പ്രിപ്പറേഷൻ ഓഫ് കുക്കിംഗ്. ഭക്ഷണം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏരിയ അറേഞ്ച് ചെയ്യാം. വാഷ് ഷുഡ് ബി ആസ് നിയർ ഈച്ച് അതർ. ഇതെല്ലാം നമുക്ക് അടുത്തായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ ശരിയാണ്. നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനും കൈ കഴുകാനും പാത്രം കഴുകാനുള്ള സൗകര്യങ്ങളൊക്കെ ഓരോന്നിന്റെ അടുത്താണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അല്ലാതെ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുന്നതും ആ പാത്രം കഴുകുന്നത് ഒരു 100 മീറ്റർ അപ്പുറത്താണെങ്കിൽ നമ്മുടെ വീട്ടിന്റെ വർക്കുകൾ നടക്കൂല. അത് അടുക്കളയിലാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അടുക്കളയിൽ തന്നെ അതിനോട് അടുപ്പിച്ച് പാത്രം കഴുകുന്ന സൗകര്യം വേണം. കുറെ വിട്ടിട്ട് ഏതെങ്കിലും റൂമിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് എന്തില്ല കാര്യമില്ല എന്നതാണ് പറയുന്നത്. ഇലക്ട്രിക് പോയിന്റ് കാര്യം പ്ലേസ് ചെയ്ത് വേറെ ബാത്റൂമിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇലക്ട്രിക്. ഇപ്പൊ വാഷ് ടാപ്പിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് വെള്ളം തട്ടാത്ത രീതിയിൽ കുറച്ച് വിട്ടിട്ടുള്ള ഭാഗങ്ങളായിരിക്കണം എന്നുള്ളതാണ്. വെള്ളം തട്ടി അത് നമുക്ക് ഷോക്ക് വരാത്ത രീതിയിൽ അപ്പൊ നമ്മൾ തുറക്കുന്ന ടാപ്പിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി സ്വിച്ച് വെച്ച് വെള്ളം തീർക്കുമ്പോൾ നല്ല കൈ കൊണ്ട് അവിടെ തൊടുന്ന സമയത്ത് ഷോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ദ ബാത്റൂം ഫ്ലോർ ഷുഡ് ബി ഹൈലി പോളിഷ്ഡ് ആൻഡ് ലുക്ക്. ബാത്റൂം എന്ന് പറഞ്ഞാൽ നല്ല പോളിഷ്. അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ പല സ്റ്റുഡിയോയിൽ വെക്കുന്ന പോലെ അല്ലെങ്കിൽ നല്ല നമ്മുടെ വീട്ടിലെ റൂമിൽ കയറുന്ന പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നീറ്റാകുമ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വെള്ളം അവിടെ ഒഴുകുന്നുണ്ട്. വളരെ പോളിഷ് ചെയ്തിട്ടുള്ള ടൈൽസ് ഒക്കെ അവിടെ ഒട്ടിച്ചിട്ട് നമ്മൾ അവിടെ വഴിക്ക് വെക്കും. അവിടെ ആക്സിഡന്റ് ആകാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന അഴുക്കളൊക്കെ അതുപോലെ നാശാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ വെടിവെടുപ്പുള്ള ടൈൽസുകളോ വലിയ രീതിയിൽ അറേഞ്ച്മെന്റ് ഒന്നും എവിടെ നടത്തേണ്ട ആവശ്യമില്ല. ബാത്റൂമിന് ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ചോദിക്കാം. വരുന്ന വീഡിയോയിൽ NSന്റെ +2 എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ NSന്റെ +2 SSLC 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് അത് നമ്മുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എന്നുള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9038711467. ഓക്കെ, താങ്ക് യു.